സിസ്റ്റേഴ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകരെ, മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. കുറേ പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, നമുക്ക് ഉറങ്ങാണില്ല. പക്ഷേ ആരെയും ഉറക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി, എൻ്റർടൈൻമെൻ്റ് ആയി, വളരെ എഫക്റ്റീവായി നമുക്ക് വളരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യമായ ഒരു ക്ലാസ്സാണ് ഫാദർ എടുത്തത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ അത് നമുക്ക് സ്കൂളിലെ പ്രിൻസിപ്പളെ നമുക്ക് പ്രീതിപ്പെടുത്തണം, പേരൻസിനെ നമ്മൾ പ്രീതിപ്പെടുത്തണം, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ പ്രീതിപ്പെടുത്തണം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു. നമുക്ക് ഫാദർ പറഞ്ഞു വന്നതിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു കാര്യം, നമുക്കൊരാളോട്, നമ്മൾ ആരും പണ്ട് മുതലേയുള്ള ശത്രുക്കളോ പരമ്പരാഗതമായി ഒരുപാട് കാലം മുമ്പേ പരസ്പര ബന്ധമുണ്ടായിരുന്നവരോ ശത്രുക്കളോ ഒന്നുമല്ല. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ, ചെറിയ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിലാണ് നമ്മൾ പലരോടും നമ്മൾ അകന്നിരിക്കുന്നതെന്ന് സത്യം ഫാദർ പറഞ്ഞു. നമുക്കൊരാളോട് നീരസമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് അടുത്തിരുത്തി ഒറ്റയ്ക്ക് പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഫാദർ പറഞ്ഞു. അതെന്നെ വളരെയധികം ടച്ച് ചെയ്തു. നമുക്കറിയാം, സ്കൂളിൽ ഒരു ടീച്ചർ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീച്ചർ പാവമാകില്ല, ബാക്കി എല്ലാവരും അറിയും. ആ ടീച്ചർ ഏറ്റവും അവസാനം വരുകയാണില്ല കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളോട്, നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മൾ എത്രയാണ് മാത്രം റെസ്പെക്റ്റോടെ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോയിട്ടാൽ എങ്ങനെ നമുക്ക് കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റും, അവരുടെ മനസ്സിന്റെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ സ്ഥാനം നേടിയെടുക്കാം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഫാദർ നമുക്ക് തന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു ക്ലാസ് ആയിരുന്നു. 23 വർഷം അധ്യാപികയായ ഞാൻ പല പല മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഈ ക്ലാസ്സിലൂടെ കടന്നുപോയി. തീർച്ചയായും ഇത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഈ ക്ലാസ് ഞങ്ങൾക്ക് ഒത്തിരി ഇഫക്റ്റീവാവുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ഫാദർ അവസാനം പറഞ്ഞു, ഫാദറിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞു. തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ യേശുക്രിസ്തുവിനെ പോലെ തന്റെ സ്റ്റുഡൻസിന്റെ പാദങ്ങൾ കഴുകിയ ഫാദറെ ഞാൻ ആദ്യമായി കാണുന്നു. അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട്. ഈ അവസരത്തിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട 3 സ്കൂളിലെ അധ്യാപകരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഇവരുടെ 3 പേരും സ്കൂളിലെയും പ്രിൻസിപ്പാൾമാരുടെ പേരില്, മാനേജ്മെന്റിന്റെ പേരില്, നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഫാദർ റോബിന് എല്ലാവരുടെ പേരിലും 1000 നന്ദിയുടെ. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം, ഇങ്ങനൊരു ഓർഗനൈസേഷൻ കണ്ടെത്തി ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ച ആവില പ്രൈമറി സ്കൂളിലെ ഞങ്ങളുടെ വിലപ്പെട്ട പ്രിൻസിപ്പൽ, അവിടുത്തെ കോർഡിനേറ്റർ, ഇവിടുത്തെ പള്ളി മാനേജ്മെന്റ്, റവറൻഡ് ഫാദർ വിൻസെന്റ് പുളിക്കൽ, ഞങ്ങളുടെ മാനേജർ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്നും 1000 നന്ദിയുടെ കർമ്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടു എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.